ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ള വസ്ത്രത്തിലൊക്കെ കറ, അതേപോലെ തന്നെ കരിമ്പൻ, ഇതൊക്കെ വന്നാൽ എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇപ്പം ആ ഷർട്ടിനകത്തൊക്കെ കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും അതേപോലെ വലിയവരുടെ ഷർട്ടാണെങ്കിലും അതിനകത്ത് കോളറിനകത്തൊക്കെയുള്ള മഞ്ഞ കറ, അഴുക്ക്, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമിനകത്ത് വീണ മഞ്ഞക്കറ, അതൊക്കെ പോകുന്നതിന് നമുക്ക് എന്ത് ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തുണി നനച്ച് വെക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരു 1/4 ഗ്ലാസോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്വല്പം സോപ്പ് പൊടി, ഒരു സ്വല്പം മാത്രം മതി, സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് തുണി അതിനകത്ത് നനച്ച് വയ്ക്കാം. അപ്പോൾ കറയുള്ള തുണി നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ അതിനകത്തുള്ള കറ ഇളക്കി കളയുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. കണ്ടോ, നല്ല രീതിയിൽ കറയുണ്ട്. ഇപ്പോൾ വെള്ള ഷർട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഉരച്ച് തേക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ആ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുക. ബേക്കിംഗ് പൗഡറും വിനാഗിരിയും അതേപോലെ കുറച്ച് സോപ്പ് പൊടിയും കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ മഞ്ഞക്കറയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് പേസ്റ്റ് കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് കൊടുക്കുക. കൈകൊണ്ട് ഇതേപോലെ എവിടെയാലും മതി. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ പോയി ആ ഭാഗം നമ്മുടെ കറ പറ്റിയതാണെന്ന് പോലും പറയത്തില്ല. ആ രീതിയിൽ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഞെവിടിയെടുത്താൽ മതി. അതേപോലെ തന്നെ ഷർട്ടിൻ്റെ കോളറിലും കണ്ടോ, എത്ര നല്ല കരിമ്പനും കറയാണെങ്കിൽ തന്നെയും ഇതേപോലെ നമുക്ക് ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പേസ്റ്റ് തേച്ചിട്ട് ബ്രഷിട്ട് ഇതേപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ തുണി കഴുകിയിട്ടാൽ തന്നെയും ഇതിനകത്ത് സ്റ്റിഫ് മുക്കേണ്ട കാര്യമില്ല. കാരണം നല്ല രീതിയിൽ നമുക്ക് സ്റ്റിഫ് മുക്കി അതേ രീതിയിൽ തന്നെ നമുക്ക് ഷർട്ട് കഴുകിയിട്ടാൽ തന്നെ ഉണങ്ങിക്കിട്ടും. കാരണം നല്ല രീതിയിൽ നമുക്ക് തേച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണങ്ങിക്കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്റ്റിഫ് മുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പിഴിയാതെ തന്നെ നമ്മൾ തുണി അശയിലിടുകയാണെങ്കിൽ നമുക്ക് തേക്കേണ്ട കാര്യമില്ല. കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഷർട്ടൊക്കെ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ നല്ല രീതിയിൽ കോളറൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് ഞെവിടി എടുത്താൽ മതി. ഇപ്പോൾ ബ്രഷിട്ട് കല്ലിലിട്ട് ഉരയ്ക്കേണ്ട കാര്യവുമില്ല, ബ്രഷിട്ട് തേച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര മഞ്ഞക്കറയാണേലും അതേപോലെ കരിമ്പനാണേലും ഈ ഒരു സൊല്യൂഷൻ ചെയ്തിട്ട് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തുണി ക്ലീനായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കഴുകിക്കഴിഞ്ഞ് ഞാൻ ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ദാണ്ടെ എല്ലാ രീതിയിലും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. കണ്ടോ, ഉണങ്ങിയതിന് ശേഷം നമ്മുടെ തുണിയുടെ കളറ് കണ്ടോ, നല്ല രീതിയിൽ തന്നെ കണ്ടോ കളറ് കിട്ടിയിട്ടുണ്ട്. മഞ്ഞക്കറ പിടിച്ച ഭാഗം എന്ന് പറയത്തതേ ഇല്ല. കണ്ടോ, അതേപോലെ തന്നെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സ്റ്റിഫ് മുക്കിയ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ സ്റ്റിഫ് മുക്കിയിട്ടതും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളെ കയ്യിൽ തീർന്നു പോയ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താക്കോലിനകത്ത് കുറച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് കതകിൽ നമ്മൾ പൂട്ട് ഇടുന്ന ഭാഗത്ത് ഇതേപോലെ മുറുക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുകൊണ്ട് വാസലിനൊക്കെ തേച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല ടൈറ്റ് മാറിയിട്ട് നല്ല ലൂസായിട്ടിരിക്കും. അതേപോലെ തന്നെ വിജാഗിരിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കതക് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ട് കാണത്തില്ല.
അപ്പോൾ നമ്മൾ തീർന്നിട്ട് വെറുതെ കളയുന്ന സോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. അപ്പോൾ വിജാഗിരിയിലും അതേപോലെ താക്കോൽ ദ്വാരത്തിൽ എല്ലാത്തിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.